ഇത് ഞങ്ങളുടെ ഹാപ്പി ബർത്ത്ഡേ കുട്ടിയാണ്. ഹാപ്പി ബർത്ത്ഡേ കുട്ടി രാവിലെ കുളിച്ചൊരുങ്ങി ബർത്ത്ഡേ ഉടുപ്പൊന്നുമല്ല, വേറൊരു ഉടുപ്പൊക്കെ ഇടിച്ച് ഞങ്ങൾ നേരെ അംഗനവാടി കൊണ്ടുപോയി. ചെന്ന സമയത്ത് ടീച്ചർ വന്നില്ല. ടീച്ചർ വരാത്ത കാരണം ഞാൻ എല്ലാം ഏൽപ്പിച്ച് ഇന്നങ്ങ് വിട്ടേക്കാന്ന് നേരെ അത് കഴിഞ്ഞിട്ട് കടയിൽ പോണായിരുന്നു. അവക്കുള്ള കേക്കിനുള്ള ഓർഡറും കൊടുക്കണം. പിന്നെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പൊ ഇന്ന് വൈകിട്ട് കുറച്ച് പേരെ വിളിച്ചിട്ടുണ്ട്. നമ്മുടെ വീടിനടുത്തുള്ള കുറച്ച് ആൾക്കാരെ മാത്രമേ. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ അങ്കിൾ മരിച്ചുപോയി. പക്ഷെ ഞാൻ ഇത് നേരത്തെ പറഞ്ഞു പോയത് കാരണം പിന്നെ അത് മുടക്കണ്ടെന്നങ്ങ് വിചാരിച്ചേ. അപ്പൊ അവളുടെ 2 വയസ്സ് ആഘോഷിച്ചില്ല. 1 വയസ്സ് ആഘോഷമായിരുന്നു. രണ്ടാമത്തെ വയസ്സിൻ്റെത് ബർത്ത്ഡേ ഒന്നും ആഘോഷിച്ചില്ല. അപ്പൊ ഈ വർഷം എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ വേണ്ടേ അവക്കൊരു. ഈ വർഷം അപ്പൊ അവൾക്ക് എല്ലാം നന്നായിട്ട് അറിയാനുള്ള ഒരു പ്രായമായതുകൊണ്ട് തന്നെ അവൾക്ക് ബർത്ത്ഡേ എന്ന് പറയുന്നത് വലിയൊരു സംഭവമായിരുന്നു. വേണം, നേരത്തെ തൊട്ടേ കേക്ക് വേണം, ഇന്ന ആൾക്കാരെയൊക്കെ വിളിക്കണമെന്ന് അവൾ പറഞ്ഞിരുന്നത് കൊണ്ട് പിന്നെ അത് മുടക്കാനും തോന്നിയില്ലേ. അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്ക് പൊറോട്ട ഓൾറെഡി വാങ്ങിക്കാം, എന്നിട്ട് ചിക്കൻ വീട്ടിലങ്ങ് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട്. കുറച്ച് പേരല്ലേ ഉള്ളൂ, ഒത്തിരി പേരൊന്നും ഇല്ല. എന്നാലും ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് കുറച്ച് പൊറോട്ടയൊക്കെ വാങ്ങിച്ച് ചിക്കൻ കറി ഞാൻ ഉണ്ടാക്കുവാണ്. ഇന്ന് ചിക്കൻ വറുത്തിട്ടാണ് കറി വെക്കുന്നത്. സാധാരണ ഞാൻ നമ്മൾ വീട്ടിൽ നമുക്ക് വേണ്ടി മാത്രമൊക്കെ വെക്കുമ്പോൾ കുറച്ചല്ലേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഞാൻ എപ്പോഴും വറുത്ത് വെക്കാറൊന്നുമില്ല. ഇതിപ്പോ നമ്മൾ ഇത്തിരി സ്പെഷ്യൽ ആയിട്ടല്ല, അല്ല ആർക്കെങ്കിലും ഒക്കെ കൊടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും കുറച്ചും കൂടെ ഒന്ന് കെയർ ചെയ്ത് കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ടൊക്കെ നമ്മൾ ഉണ്ടാക്കത്തുള്ളൂ. അപ്പൊ ഇത് ചിക്കനൊക്കെ ഞാൻ മസാലകളെല്ലാം പെരട്ടി ഒന്ന് വെച്ചിട്ട് ചിക്കൻ ഒന്ന് എണ്ണയ്ക്കകത്തിട്ടൊന്ന് വറുത്ത് ആദ്യമേ ഒന്ന് മാറ്റുവാണ്. അതിനുശേഷം നമ്മുടെ സവോളയും തക്കാളിയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇതെല്ലാം കൂടെ വഴറ്റി അതേ എണ്ണയ്ക്കകത്തോട്ട് തന്നെ കുറച്ച് ഞാൻ തേങ്ങാക്കൊത്തൂടെ ഇടുന്നുണ്ട്. അപ്പൊ നമ്മുടെ ചിക്കൻ വറുത്ത അതേ എണ്ണയ്ക്കകത്തോട്ട് തന്നെ തേങ്ങാക്കൊത്തും ഇഞ്ചിയും വെളുത്തുള്ളിയും സവോള, പിന്നെ അത് കഴിഞ്ഞ് പൊടികളെല്ലാം ചേർത്തതിന് ശേഷമാണ് നമ്മുടെ തക്കാളി ചേർക്കുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചിട്ട് ബാക്കി നമ്മുടെ ചിക്കനും കൂടി ഇട്ടിട്ട് പെരട്ടി എടുക്കും. നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡി ആവുമല്ലോ. ഇടിപിടി എന്നുള്ള ഒരു പരിപാടിയായിരുന്നു. വേണോ വേണോ എന്ന് ആദ്യം ഒന്ന് ആലോചിച്ചു. ഒരു മരണകാര്യം വന്നത് കാരണം വേണ്ടാന്ന് വെച്ചതാണ്. പിന്നെ ഞാൻ വിചാരിച്ചു നാളെ എന്താണേലും അങ്ങോട്ടേക്ക് പോകുന്നുള്ളൂ. എല്ലാവരോടും പറഞ്ഞല്ലേ, അവളും ഒത്തിരി ആഗ്രഹിച്ചിരിക്കുമായിരുന്നു. ഇങ്ങനെ ബർത്ത്ഡേ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത് കാരണം അപ്പൊ ഇനിയിപ്പം കേക്ക് മുറിക്കും എന്നൊക്കെ രാവിലെ പറഞ്ഞു വിട്ടിട്ട് പിന്നെ ഇനി അത് എന്തായാലും മാറ്റി വെക്കണ്ട. ഓൾറെഡി അവള് ആഗ്രഹിച്ച് സന്തോഷിച്ചൊക്കെ ഇരുന്നല്ലേ, അങ്ങ് നടത്തിയേക്കാന്നൊക്കെ വിചാരിച്ചിട്ടാണ് പിന്നെ പ്ലാൻ ചെയ്തതുപോലെ തന്നെ അങ്ങ് നടത്താമെന്ന് വിചാരിച്ചേ. അപ്പൊ എന്റെ വീഡിയോസ് ഒക്കെ കാണുന്ന എല്ലാവരോടും, ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവരോടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ വീഡിയോസ് ഒക്കെ കാണാൻ ശ്രമിക്കുക. അപ്പൊ അതെന്താ നമ്മുടെ സവോളയൊക്കെ ഒന്ന് വഴറ്റി എടുത്ത് വന്നപ്പോഴത്തേക്ക് നമ്മുടെ മസാലക്കൂട്ടുകളെല്ലാം ഒന്നിട്ട് പിന്നെ അതിന്റെ കൂടെ തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കുവാണേ. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ഗ്രേവി ആക്കും. നമ്മുടെ ഈ പൊറോട്ട തിന്നുമ്പോൾ ഇത്ര ഗ്രേവി ഇല്ലാതെ പറ്റത്തില്ലല്ലോ. അപ്പൊ അതൊക്കെ ഒന്ന് ഗ്രേവി ആക്കി അതൊന്ന് തക്കാളി ഒന്ന് വെന്ത് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കനും കൂടെ അങ്ങ് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ അങ്ങ് ഇടുവാണേ. അപ്പൊ എല്ലാവർക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഗ്രേവിയൊക്കെ ഒന്ന് സെറ്റായി വന്നപ്പോൾ ഞാൻ എന്താ വറുത്ത ചിക്കനും കൂടി ഇടുവാണേ. ഇതിപ്പോ സെപ്പറേറ്റ് വേവിക്കേണ്ട കാര്യമൊന്നുമില്ല, ഓൾറെഡി നമ്മൾ വറുത്തതായത് കാരണം വറുക്കാനായിട്ട് അതിൻ്റെ എണ്ണയ്ക്കകത്ത് കിടക്കുമ്പോൾ തന്നെ ഓൾറെഡി കുറച്ചൊന്ന് വേകുമല്ലോ. പിന്നെ നമ്മൾ ഈ ഗ്രേവിയിലിട്ട് ഒന്ന് തിളപ്പിക്കുന്നുണ്ട്. അതുകൂടി ആകുമ്പോഴത്തേക്ക് ചിക്കൻ കറക്റ്റ് പാകത്തിന് വെന്തോളുവേ. കഴിഞ്ഞ ദിവസത്തെ എൻ്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഒരുപാട് പേര് എന്നെ വിളിച്ചായിരുന്നു. ഒത്തിരി സന്തോഷമുണ്ട്. പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒത്തിരി നന്ദി. ഞാൻ അത്രയും തന്നെ പ്രതീക്ഷിച്ചില്ലായിരുന്നു. എല്ലാവർക്കും ഒത്തിരി നന്ദി കേട്ടോ. എനിക്ക് പിറ്റേ ദിവസം തന്നെ അതിന്റെ മറുപടി വന്ന് പറയണം എന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഒരു രീതിയിലും ഒരു സമയം കിട്ടിയില്ലാത്തത് കൊണ്ട് മാത്രം അങ്ങ് നീണ്ടുപോയതാണ്. അതിനെല്ലാവരോടും ഒരു സോറി. അപ്പൊ ഇതാ അതിന്റെ ചിക്കൻ കറിയൊക്കെ റെഡിയായി. ഇതിന് പറ്റിയ ഒരു അടപ്പില്ലാത്ത ഞാൻ തൽക്കാലം വാഴയിലൊക്കെ വെച്ചിട്ട് അങ്ങ് മൂടി കേട്ടോ. അത്യാവശ്യം ഗ്രേവിയോട് കൂടി ഞാൻ ചിക്കൻ കറി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നേരെ എൻ്റെ കുഞ്ഞിപ്പെണ്ണിന് ഒരു ഗിഫ്റ്റ് വാങ്ങിക്കണമല്ലോ. അപ്പൊ അവക്ക് ഒരു സൈക്കിൾ വേണം എന്ന് കുറച്ചായി പറയുന്നു. അപ്പൊ അവൾക്ക് വേണ്ടിയിട്ട് ഒരു സൈക്കിൾ വാങ്ങിക്കാനായിട്ട് പോയതാണ്. ഞങ്ങൾ എല്ലാവരുടെയാണ് പോയത്. സൈക്കിൾ തപ്പി ചെറിയ ചെറിയ സൈക്കിളുകളിലൊന്നും വലിയ താല്പര്യമില്ല. പിന്നെ അവസാനം ഞങ്ങൾ ഒരെണ്ണം കണ്ടുപിടിച്ച് അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് പിന്നെ നേരെ ബലൂൺ വീർപ്പീരും പിന്നെ ആൾക്കാരൊക്കെ വരാനായിട്ട് തുടങ്ങി. ആൾക്കാരെന്ന് പറയാൻ മാത്രമല്ല, എല്ലാം നമ്മുടെ അടുത്തുള്ള ആൾക്കാരൊക്കെ തന്നെ. പിന്നെ അച്ചാച്ചന്റെ കൂട്ടുകാർ മാത്രമേ ഉള്ളായിരുന്നു. അപ്പൊ വീർപ്പീര്, ബലൂൺ വീർപ്പീര്, കേക്ക് വാങ്ങല് അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് പയ്യെ കടന്നു. അപ്പൊ എന്റെ ഇന്നത്തെ കുഞ്ഞിന്റെ ബർത്ത്ഡേ വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അപ്പൊ എല്ലാവരോടും ടാറ്റാ. ഇനി നിങ്ങളെ വിശേഷങ്ങളൊക്കെ ഒരു പാട്ടൊക്കെ ഞാൻ ഇട്ടുതരാം, അതൊക്കെ കേട്ടോണ്ട് നിങ്ങൾ കണ്ടാട്ടോ.